ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നേക്കഡ് ട്രൂത്തിലേക്ക് സ്വാഗതം. ഈ ഷോയിൽ നിങ്ങളുടെ ഒരു ചോദ്യം ഞങ്ങൾ തിരഞ്ഞെടുക്കും. സെക്സ്, ഹെൽത്ത്, പിന്നെ നിങ്ങളുടെ ശരീരത്തെ പറ്റി. എന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ഉത്തരം തരും. എന്റെ പേര് ശ്രീരാം എന്നാണ്. എന്നാൽ നമുക്ക് തുടങ്ങാമല്ലേ? ഹലോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹെർപ്പീസിനെ കുറിച്ച് സംസാരിച്ചു. ഈ ആഴ്ച ഗുഡ്ഗാവിൽ നിന്നും വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. 26 വയസ്സുള്ള ഒരാൾ ചോദിക്കുന്നു, എന്താണ് ജെനിറ്റൽ വാർഡ്സ്, അത് എങ്ങനെ ഗുണപ്പെടുത്താമെന്ന്. ജെനിറ്റൽ വാർഡ്സ് എന്ന് പറയുന്നത് ലൈംഗിക വീഴ്ചയിലൂടെ പകരുന്ന ഒരു രോഗമാണ്. നിങ്ങളുടെ ജനനേന്ദ്രിയത്തിൽ മൃദുവായ വളർച്ച ഉണ്ടാകും. സാധാരണയായി വാർഡ്സ് ഉണ്ടാകുന്നത് HPVയിൽ നിന്നുമാണ്. ഇത് ചർമ്മസ്പർശത്തിലൂടെ പകരുന്നു. ഇവ മലദ്വാരം, വായ, യോനി ഇവയിലൂടെയുള്ള ലൈംഗിക വീഴ്ചയിലൂടെ പകരുന്നു. 6 ആഴ്ചയോ 6 മാസമോ ചിലപ്പോൾ വർഷങ്ങളോ ആകാം രോഗം ബാധിച്ച ശേഷം സിംറ്റംസ് കാണുവാൻ. ഒരു പ്രധാന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ ഉണ്ടാക്കുന്ന HPV അല്ല ജെനിറ്റൽ വാർഡ്സ് ഉണ്ടാക്കുന്ന HPV എന്ന്. ജെനിറ്റൽ വാർഡ്സ് വളരെ ചെറുതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അത് കണ്ടെന്നു വരില്ല. ശരീരത്തിന്റെ നിറത്തിലുള്ള കുരുക്കളാകാം, അല്ലെങ്കിൽ കോളിഫ്ലവറിന്റെ ആകൃതിയിലും അതാകാം. ഇത് ലിംഗത്തിന്റെ അഗ്രത്തിലോ വൃഷ്ണത്തിലോ മലദ്വാരത്തിലോ ഉണ്ടാകാം. HPV ഗുണപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ പുറത്ത് കാണുന്ന ഈ വാർഡ്സ് ഡോക്ടേഴ്സിന് ഗുണപ്പെടുത്താൻ കഴിയും. ഇതിനായി ക്രീമുകളോ സർജറിയോ മരുന്നുകളോ ഉപയോഗിക്കുന്നു. ഇതിന്റെ വൈറസിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് 3 മാസം കഴിഞ്ഞു വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കോണ്ടംസ് ഉപയോഗിച്ച് ജെനിറ്റൽ വാർഡ്സ് വരാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇടവിട്ട് പരിശോധിക്കണം. നിങ്ങളുടെ ലൈംഗിക പങ്കാളിയുമായി ഒരു തുറന്ന സംഭാഷണം അത്യാവശ്യമാണ്. ഇത് ഉപകാരപ്രദമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമെയിലിലൂടെയും SMS-ലൂടെയും എഴുതൂ. സബ്സ്ക്രൈബ് ചെയ്യുക വേണം. അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ പങ്കാളിയോട് STD യെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും വിഷയം. വീണ്ടും കാണാം. ബൈ ബൈ.